നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ദിലികൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ആദ്യം നമുക്ക് ഇന്ന് ലൈംലൈറ്റുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കാം. കാനറ ബാങ്ക് അവർ ഷെയർ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 1:5 റേഷ്യോയിലാണ് ഷെയർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒരു ഷെയർ 5 ഷെയറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി കൂടും. ആന്ധ്ര സിമെൻറ്റ് കമ്പനി ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഈ ആന്ധ്ര സിമെൻറ്റിൽ ഏകദേശം 5% ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ടേഴ്സ് വിൽക്കുകയാണെന്നുള്ള ന്യൂസ്. CMS ഇൻഫോ സിസ്റ്റം കമ്പനിയും സമാനമായ രീതിയിൽ ഇവരുടെ പ്രൊമോട്ടേഴ്സ് 26% സ്റ്റേക്ക് ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഈ രണ്ട് കമ്പനികളും ശ്രദ്ധിക്കുക. പേടിഎം ഇവരുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടുള്ള വിജയ് ശേഖർ ശർമ്മ റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേടിഎമ്മിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സമാനമായി സ്വാഭാവികമായ രീതിയിൽ ഈ കമ്പനികളുടെ എല്ലാം തന്നെ CEO അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ റിസൈൻ ചെയ്യുന്നത് നെഗറ്റീവാണെങ്കിൽ കൂടിയും ഈ ഒരു റീസ്ട്രക്ചർ കാരണം മേ ബി ഒരു ഡീൽ ഉണ്ടാവാം. അതുകൊണ്ട് പേടിഎം കൂടി ഇന്ന് വാച്ച് ചെയ്യുക. പവർമെക്ക് പ്രൊജക്റ്റ് കമ്പനിക്ക് 400 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. MCX മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചാണ്. ജക്കാർത്ത എക്സ്ചേഞ്ചായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. TVS മോട്ടോഴ്സ് കമ്പനി കിൽവാട്ടിൽ ഏകദേശം ഇവർക്കുണ്ടായിരുന്ന നിക്ഷേപം 39% നിന്ന് 49% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് $4 മില്യൺ അഡീഷണൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. HFCL കമ്പനിക്ക് 40 കോടി രൂപയുടെ ഒരു ഒപ്റ്റിക്കൽ ഫയർ കേബിൾസ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്ന പുതിയൊരു ഓർഡർ കിട്ടി. വോഡാഫോൺ ഐഡിയയുടെ ഫണ്ട് റൈസിങ്ങിൻ്റെ മീറ്റിംഗ് ഇന്ന് അവർ തുടങ്ങുന്നുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ രാജസ്ഥാനിലും വിജയവാഡയിലും, ലെമൺ ട്രീ ഹോട്ടൽ ഒരു ഹോട്ടൽ ചെയിൻ ഗ്രൂപ്പാണ്. അപ്പോൾ രാജസ്ഥാനിലും വിജയവാഡയിലും അവർ പുതിയ ഒരു ഹോട്ടൽസ് അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ഹിൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി ഇവർക്ക് 200 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗ്രാനുൾസ് ആൻഡ് വീൽസ് കമ്പനി അവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് 1:1 റേഷ്യോയിൽ. അതായത് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഷെയർ അഡീഷണലി ഫ്രീ ആയിട്ട് കിട്ടും. ടാൽന പ്ലാറ്റ്ഫോം ഒരു IT കമ്പനിയാണ്. ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയ പ്രൊഡക്റ്റ് ഇവർ ലോഞ്ച് ചെയ്തു. അദാനി എൻ്റർപ്രൈസസിൻ്റെ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനി. അവർ UPയിലുള്ള അമ്യൂണിഷൻ ആൻഡ് മിസൈൽ കോംപ്ലക്സിൽ ഏകദേശം 3000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സിപ്ല ഒരു ഫാർമ കമ്പനിയാണ്. ഇവരുടെ പുതിയ മെഡിസിന് US നിന്ന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. ഇനി മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ ബുക്ക് മാർക്കായിട്ട് വെക്കാം. ഇനി നമുക്ക് മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ആദ്യമായിട്ട് FISൻ്റെയും DISൻ്റെയും ക്യാഷ് മാർക്കറ്റിൽ അവർ 285 കോടി രൂപക്ക് FIS സെല്ല് ചെയ്തു. DIS 5 കോടി രൂപക്ക് സെല്ല് ചെയ്തു. അപ്പോൾ ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ സെല്ലിംഗ് മോഡിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം എടുക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസ് കാണാം 22,133. അതിൽ നിന്ന് ഏകദേശം ഒരു 60 പോയിൻ്റ് ഉയർന്ന് 22,185 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ കാണാം US വിക്സ് ഇന്നലെ 4% ഉയർന്ന് 12. നാസ്ഡാക്ക് റെഡിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും താഴെയാണ് നാസ്ഡാക്ക് US ടെക്നോളജി ഇൻഡെക്സ് ആണ്. ഡോ റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 15 ഇപ്പോൾ നിൽപ്പ്. അതിന് മുകളിൽ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ മിക്സ്ഡ് ക്ലോസിംഗ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എല്ലാം മിക്സ്ഡ് ട്രേഡ് രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് കൂടി വരുന്നുണ്ട്. ബിറ്റ്കോയിൻ കാണാം ഒരു ഭീകരമായ ഒരു ബ്രേക്കൗട്ട്. അതായത് 3000 പോയിൻ്റ് എൻ്റെ റാലി രേഖപ്പെടുത്തി ബിറ്റ്കോയിൻ 54,551 എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,031 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസ്, വിപ്രോ, ICICI ബാങ്ക്, HDFC, ഡോക്ടർ റെഡ്ഡി, റിലയൻസ് എല്ലാത്തിലും തന്നെ ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു. ഇനി യുഎസിലെ മേജർ ടെക്നോളജി കമ്പനികളിൽ കാര്യം എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ 4% ഇടിഞ്ഞതായത് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ നിന്ന് 3. അതുപോലെ തന്നെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് 3. ടെസ്ല 4% റാലി മിക്സ്ഡ് ക്ലോസിംഗ് നടത്തി.
ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. 55% ലോങ് ഷോർട്ട് പൊസിഷൻ, 45% ഷോർട്ട് പൊസിഷൻ. ഓൾമോസ്റ്റ് ന്യൂട്രലായിട്ടുണ്ട് അവരുടെ ലോങ് ഷോർട്ട് പൊസിഷൻസ്. ഏറെ നാളുകൾക്ക് ശേഷം FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ലോങ്ങും ഷോർട്ടും ഏറെക്കുറെ സിമിലർ ആയിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫിനാൻഷ്യൽ നിഫ്റ്റി 20,200 സ്പോട്ട് ഉള്ളത്. 20,700, 800, 900, 21,000 റേഞ്ചുകളിലാണ് മേജർ റെസിസ്റ്റൻസ് സോൺ കാണാൻ സാധിക്കുന്നത്. സപ്പോർട്ട് സോൺ ഒരു പ്രത്യേക സപ്പോർട്ട് സോൺ ഇല്ല. PCR 0.7 ആണ്. കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം പുട്ടിനേക്കാളും ഏകദേശം ഒരു 75 ലക്ഷം കൂടുതലാണ്. കാരണം കോള് 2.75 CAR ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും നിഫ്റ്റിയുടെ എക്സ്പയറിയും വ്യാഴാഴ്ച 29-ാം തീയതിയാണ് ഉള്ളത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് നാളെ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പയറീസ് ഇല്ല. വ്യാഴാഴ്ച നമുക്ക് 2 ഇൻഡെക്സിൻ്റെ എക്സ്പയറി, സ്റ്റോക്ക് ഓപ്ഷൻ്റെ എക്സ്പയറി. അതുകൊണ്ടാണ് മന്ത്ലി എക്സ്പയറി സ്വാഭാവികമായ രീതിയിൽ വീക്കിലി എക്സ്പയറിനേക്കാൾ കൂടുതലായിട്ട് വോളറ്റിലിറ്റി ആകാനായിട്ട് പ്രധാന കാരണം. വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് വൈകിട്ട് 7 മണിക്ക് എത്താം. താങ്ക് യു ഓൾ.